ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്ത 36 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ. ഇനിയിപ്പോൾ ഭയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ട് വേണം ഇനി സ്റ്റാഫുകളെ വെക്കാൻ പോലും. അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതി സ്പർദ്ധയോ ഇല്ല. ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും. അതാണ് ഇവിടുത്തെ അപകടം. അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി എറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം, 2 ജാതി പ്രശ്നം. ഇതൊന്നും ഇവിടെ ഇല്ല. എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്നറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റ് മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതിയും മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക. നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ദയവ് ചെയ്ത്. എല്ലാം ഞങ്ങളെ സംബന്ധിച്ചുള്ള ടാക്സ് അപ്ഡേറ്റഡ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓഡിറ്റേഴ്സ് ഉണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നു. എല്ലാ രേഖകളും ഞങ്ങളുടെ ഉണ്ട്. ഇതിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ ഇടപെടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? നമ്മൾ ആദ്യം പരാതി കൊടുത്തു എന്ന് പറയുന്നു, കൗണ്ടർ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മൊഴിയെടുപ്പോ അല്ലെങ്കിൽ രേഖകൾ വാങ്ങുകയോ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയോ എന്തെങ്കിലും ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു ഇവരുടെ പരാതിയിൽ. അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തു. മൊഴി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു. ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളുടെ 2 സ്ഥാപനത്തിൽ ചെന്നു, പിന്നെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു. എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കണം. അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു. അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിലുള്ള FIRന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ഇതേ രംഗത്തുനിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ. നിങ്ങൾ തന്നെ പറയുക, എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടി വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അല്ല, മാനസികമായിട്ട് പ്രയാസം വന്നാലും നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോഴത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി, എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്ത്രീയോ പുരുഷനോട്ടെ, പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു 10-11 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട, പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം, ഇത്തരം ഭാഷകൾ മാത്രം. ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ? നിങ്ങൾ ആലോചിക്കൂ. അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ. എൻ്റെ മകളങ്ങനെ ബോധം കിട്ടി വീഴുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവൾക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാം.